തൃശൂരിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി പര്യടനത്തിന് തുടക്കമായി. രാവിലെ അവനിശ്ശേരി സെന്റ് തോമസ് പള്ളിയിൽ നിന്നും ആരംഭിച്ച പര്യടനം ചേർപ്പ് മണ്ഡലങ്ങളിലെ വിവിധയിടങ്ങളിലായി പുരോഗമിക്കുന്നു. അതേസമയം കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടത് വികസനമാണെന്നും വർഗീയതയുടെ പാതയിൽ സഞ്ചരിക്കുന്നവരാണ് മാതാവിന് സമർപ്പിച്ച കിരീടത്തിന്റെ അളവെടുക്കുന്നതെന്നും സുരേഷ് ഗോപി ജനം ടിവിയോട് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പര്യടനത്തിന് തുടക്കം കുറിക്കുമ്പോൾ വികസനം തന്നെയാണ് സുരേഷ് ഗോപി മുന്നോട്ട് വയ്ക്കുന്നത്. കേരളം ചർച്ച ചെയ്യേണ്ടത് വികസനത്തെക്കുറിച്ചാണെന്നും മെട്രോ സംവിധാനം ഉൾപ്പെടെ തൃശ്ശൂരിലേക്ക് വരണമെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്ക് കൊച്ചി മെട്രോ ഇങ്ങോട്ട് വേണോ? ഞാൻ നെടുമ്പാശ്ശേരി വഴി ചാലക്കുടി വരെ വരണമെന്ന് പറഞ്ഞതിൻ്റെ അതിൻ്റെ ഒരു എക്കണോമിക്കൽ സയൻസ് നിങ്ങൾ പരിശോധിക്കണം. അല്ലാതെ ഉടനെ അത് BJP-കാരൻ കൊണ്ടുവരണ്ട. അതല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ് കൊണ്ടുവരുന്നത്. അതാരായാലും കൊണ്ടുവരട്ടെ. കഴിഞ്ഞ 5 വർഷം ഞാൻ കൊടുത്ത വാഗ്ദാനമാണ്. കഴിഞ്ഞ 5 വർഷം അത് നടന്നു. ചതിക്കില്ല, വഞ്ചിക്കില്ല, ഒരിക്കലും. അത് നിങ്ങളുടെ ഒറ്റക്കെട്ടായിട്ടുള്ള ആവശ്യങ്ങളുടെ കാര്യത്തിലാണ് ഞാനിത് പറയുന്നത്. മോദിയാണ് ഗ്യാരണ്ടി. താനും കുടുംബവും നേർച്ചയായാണ് മാതാവിന് കിരീടം സമർപ്പിച്ചത്. വർഗീയതയുടെ പാതയിൽ സഞ്ചരിക്കുന്നവരാണ് മാതാവിന് സമർപ്പിച്ച കിരീടത്തിന്റെ അളവെടുക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഒരാളുടെ ഹൃദയം നേർച്ച ചുരണ്ടാനും തൂക്കാനും നിൽക്കും. വിശ്വാസികൾക്ക് അതൊന്നും വേണ്ട. പക്ഷേ ആരാ വന്നത്? അവരെയാണ് യഥാർത്ഥ വർഗീയവാദികളെന്ന് ഞാൻ മുദ്ര കുത്തുന്നതല്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ മുദ്ര കുത്തിക്കോളൂ. രാവിലെ അവനിശ്ശേരി പള്ളിയിൽ നിന്നും പര്യടനം ആരംഭിച്ചപ്പോൾ തന്നെ നിരവധി ജനങ്ങളാണ് അദ്ദേഹത്തെ കാണാനെത്തിയത്. സുരേഷ് ഗോപി ജയിക്കേണ്ടത് തൃശ്ശൂർക്കാരുടെ ആവശ്യമാണെന്ന് ഓരോരുത്തരും പറഞ്ഞു. ജനങ്ങളിൽ ഒരാളായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് സുരേഷ് ഗോപി ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവുന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി തന്നെ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാനാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിൻ്റെ ഇത്രയും കാലങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന ഇവിടെ MP-മാരായിട്ടുള്ള വ്യക്തികൾ ചെയ്യാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ പ്രാവശ്യം തോറ്റിട്ട് പോലും അദ്ദേഹം 5 വർഷമായിട്ട് തൃശ്ശൂരിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ പ്രത്യേകത, ഒരു മനുഷ്യസ്നേഹിയാണ് അദ്ദേഹം. നല്ലൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് പരിപൂർണമായിട്ടുള്ള പിന്തുണ ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ കൊടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മറ്റു മുന്നണികൾ ഭരിച്ചപ്പോൾ ഒരു കാര്യം ഉണ്ടായിട്ടില്ലേ? തൃശ്ശൂരിൻ്റെ വികസനത്തിന് വേണ്ടി തൃശ്ശൂർ മാറ്റം ഉണ്ടാവും. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചാൽ തന്നെ തൃശ്ശൂർക്കാർക്ക് ഗുണമുള്ളൂ. പ്രതാപൻ ജയിച്ചിട്ട് അവിടെ പോയിട്ട് ഇംഗ്ലീഷിലുള്ളത് മലയാളത്തിൽ എഴുതി കൊടുത്തിട്ട് പോലും വായിക്കാൻ പറ്റുന്നില്ല. അതേപോലെ ഇന്നസെന്റ് പറഞ്ഞ കഥ പോലെ തന്നെയാണ് സുനിൽകുമാറിൻ്റെ അവസ്ഥ. അപ്പോൾ തൃശ്ശൂരിന് എന്തെങ്കിലും ഗുണം വേണമെങ്കിൽ, തൃശ്ശൂർക്കാർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണമെങ്കിൽ, തൃശ്ശൂരിന് വികസനം വേണമെങ്കിൽ സുരേഷ് ഗോപി തന്നെ ജയിക്കണം. നല്ലൊരു മനുഷ്യനായ ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ ജയിക്കുകയാണെങ്കിൽ തൃശ്ശൂരിൻ്റെ മുഖച്ഛായ തന്നെ മാറുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. തീർച്ചയായും എല്ലാ ജനങ്ങളും അദ്ദേഹത്തിനോടൊപ്പം നിന്ന് അദ്ദേഹത്തെ വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പിന്നീട് ദീപാനഗർ, പാറളം, ശാസ്താംകടവ് കോളനികളിലും ഖാദി, ബാഗ് കമ്പനി തുടങ്ങിയ സ്ഥാപനങ്ങളിലും അദ്ദേഹം എത്തി. ചേർപ്പ് മണ്ഡലത്തിലെ ഓരോ സ്ഥലങ്ങളും സന്ദർശിച്ച് ജനങ്ങളെ കണ്ട് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പര്യടനം വലിയ ജനപിന്തുണയോടെ പുരോഗമിക്കുകയാണ്. ജനം, തൃശൂർ.